ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം യുവർ ഷമാസ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബറിനായിട്ട് 1v1 ചലഞ്ച് ചെയ്യാൻ. കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ വരുന്നുണ്ടായിരുന്നു. 1v1 ഉണ്ടോ, ന്യൂബ 1v1 ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, ഓൾക്കൊക്കെ ഉള്ളൊരു തിരിച്ചടി ആയിട്ട് ഞാൻ ഒരു പ്ലെയറെ കിട്ടിയിട്ടുണ്ട്. ഓനെ ഇവിടെ തൃശ്ശൂരുള്ളതായിട്ടാണ്, തൃശ്ശൂരത്തിൽ പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. ഓൻ ജസ്റ്റ് ഒന്ന് യുഐഡി കമൻറ്റ് ചെയ്ത് കണ്ട് 1v1 ഉണ്ടോ ചോദിച്ചാണ്. അപ്പോൾ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞേ. അപ്പം നേരിട്ട് ഞങ്ങളൊരു 1v1 സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ എണ്ണയിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഓൻ എൻ്റെ തല പൊടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ പേര് ലെവൽ 5600 എന്നാണ്, 5600 എന്നാണ്. ലെവൽ LV ആണ് എഴുതിയുള്ളത്, ഫുൾ ഫോം ലെവൽ എന്നാണ്. അപ്പോൾ എണ്ണയിച്ചെടുത്തുകൊണ്ട് അതുകൊണ്ട് ഓനെ പിന്നെയും അടിക്കാൻ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ കയറിപ്പോയതിന് തന്നെ അവനക്ക് കുറച്ച് റെഡ് കൊടുത്തിരുന്നു. അതിന് അവൻ നമുക്ക് തിരിച്ച് ഇടാമെന്ന് അവസാനം ഒരു 38 പിന്നെ ഒരു കുത്തിപ്പൊടിയും കൊടുത്തുകൊണ്ട് അവനായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ സ്കോർ 1-1. ഈ കളി എങ്ങനെയും ജയിക്കണമല്ലേ, മാനം പോവും. പിന്നെ AWM എടുത്തുകൊണ്ട് AWM എടുത്തിട്ടുണ്ട്. അവൻ AWM കൊണ്ട് കളിക്കില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ AWM എടുത്തിട്ടുണ്ട്. കുറച്ച് ഇമോട്ടൊക്കെ ഇട്ട് ഷോർക്കിയിട്ട് ഇനി ആ കളി കളിക്കുകയാണെങ്കിൽ ഫുൾ ഇമോട്ട് ആയിക്കരം. എനിക്ക് കുറച്ച് ഷോ കൊടുത്തില്ല, ഇനി കളിക്കാൻ അറിയാത്തതെന്നൊക്കെ പറഞ്ഞിരുന്നു കുറേ. ഞാൻ 2 AWM കൊണ്ട് സ്വിച്ച് ചെയ്തുകൊണ്ട് 2 അടി എടുത്തുകൊണ്ട് നമ്മൾ സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ആയിട്ട് എടുത്തിട്ടുണ്ട്. ബട്ട് ഓനും അത്യാവശ്യം കളിക്കുന്ന പ്ലെയർ തന്നെയാണ്. ഫസ്റ്റത്തെ 1 ടാപ്പൊക്കെ കണ്ടില്ല, നല്ല കളി തന്നെ, കളിക്കൊക്കെ ചെയ്യും. പിന്നെ ഞാൻ കയറി ചെന്നാണ്ട് എനിക്കൊരു 150 കൊടുത്തു. അപ്പോഴത്തേനും ഗ്ലൂ വാൾ ഇട്ടു. മെഡ് അടിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അപ്പോഴത്തേന് 2 ഗ്ലൂ വാൾ എടുത്തുകൊണ്ട് ആ മെഡ് അടിക്കാൻ നോക്കണേ. ഗ്യാപ്പ് കൂടെ ചെറിയൊരു ഗ്യാപ്പിൻ്റെ കൂടെ എനിക്ക് നല്ല ഡാമൊക്കെ നോക്കി അപ്പോഴത്തേനും അവന് മെഡ് അടിച്ച് തീർന്നു. എന്നിട്ട് അവൻ ഗ്ലൂ വാൾ പൊട്ടിക്കാൻ തുടങ്ങി. അവനക്ക് കുറേ അവനെ അടിക്കാൻ വിചാരിച്ചു. അത് നടന്നില്ല. കാരണം ഗ്ലൂ വാൾ പൊട്ടിയിട്ടുണ്ട്. ഇനി അവന് പുറത്തേക്ക് ചാടുമ്പം അടിക്കാൻ വിചാരിച്ചു കണ്ട് നല്ല രീതിയിൽ എനിക്ക് ഡാം എടുക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് ഒന്നും കൊള്ളണില്ല. ഓന് ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓനെ മണ്ടി കളിക്കുകയാണ്, ഓനെ നടക്കണമില്ല. അവസാനമായി 2 ബുള്ളറ്റും കൂടി ഉണ്ടായിനി. ആ ബുള്ളറ്റ് ഗണ്ണ് റീലോഡ് ചെയ്തിട്ട് 2 ഗണ്ണും റീലോഡ് ചെയ്യുന്നു. AWM ആയതുകൊണ്ട് തന്നെ 2 റീലോഡ് ചെയ്തിട്ട് കളിക്കാൻ വിചാരിച്ചു. ഓനാണെങ്കിൽ പെരും ഫാസ്റ്റിൽ ഇതാണ് അവൻ്റെ ക്യാരക്ടർ, തത്തൂസിയ. പെട്ടെന്ന് മണ്ടി വരുന്നുണ്ട്, കഴിയണില്ല. അവസാനം ഓനെ വെച്ചൊരു 140 കൂടി കൊടുത്തിട്ട് ഓനെ പിന്നെയും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഓനപ്പത്തിന് നമ്മൾ അടിച്ച് വെട്ടിയുണ്ട്. ഇപ്പോൾ സ്കോർ 2-2 പറഞ്ഞ സ്കോറാണ്. ഓൻ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം പിന്നെ 4th റൗണ്ട് ഓൺ ഡെസേർട്ട് ഈഗിളാണ് എടുത്തിട്ടുള്ളത്. ഡെസേർട്ടോട് നല്ല കളിക്കും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അവിടെ ക്യാരറ്റ് തത്തൂസിയാണ്. നമ്മൾ ആദ്യം ഒരു അടി കൊടുത്തുകൊണ്ട് ഗ്ലൂ ആൾട്ട് ഇനി 1 ടാപ്പ് അടിക്കാൻ ആകാശത്തേക്ക് പോണേ. അപ്പോഴത്തേനും നമ്മളെ 1 ടാപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം 3-2 മിക്കവാറും ഈ കളി മൂഞ്ചാനാണ് സാധ്യത. ഒരു എങ്ങനെയാലും കൊടുക്കണം, അല്ലേ മാനക്കേടാണ്. ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ ഏകദേശം 5 കളി കഴിച്ചിട്ടുണ്ട്. 2 കളി ഞാനും എടുത്ത്, 3 കളി ഞാനും എടുത്ത്. ഡെസേർട്ടോട് ഒരു റൗണ്ടേലും എടുക്കണ്ടേ. അതിന് തന്നെ ഞാൻ കുറച്ച് ഡാം കൊടുക്കാൻ ഒന്നും മേത്ത് കയറുന്നില്ല. പിന്നെ 1 ടാപ്പ് അടിക്കാൻ നോക്കി കഴിയണില്ല. ഓനെ ഒളിച്ചു നിന്നാണ്ട് വെടിയൊക്കെയാണ്. കയ്യിലുള്ള ഫ്രീസ് എടുത്തുകൊണ്ട് ഓനായിരുന്നു. അവനക്ക് 39 ഡാം എടുക്കണേ. അവനെ കുത്തി പിടിക്കാൻ നോക്കിയിട്ടും കൂടി കഴിയണില്ല. ഞാൻ 1 ടാപ്പ് മാത്രം വിചാരിച്ച് ചെയ്തിരിക്കണേ. പിന്നെ ഞാൻ പെട്ടെന്ന് 1 ടാപ്പ് അടിക്കാൻ നോക്കിയായിരുന്നു, കഴിയണില്ല. അപ്പോൾ തന്നെ എനിക്ക് 69 കൊണ്ടിട്ടുണ്ട്, 69-75. ഓനപ്പോൾ ഇവിടെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. ഓന് മെഡ് അടിക്കാൻ എൻ്റെ അടുത്താണ്, നേടുമില്ല. ഇനി നേരെ അപ്പോഴത്തേന് മെഡ് അടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 34 എടുത്തുകൊണ്ട് തലമണ്ട അടിച്ച് പൊളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രീനൊക്കെ ഇളക്കിക്കാണ്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം 6 ഇപ്പം ഞാൻ 3 കളിയും ഓൻ 3 കളി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഒരു MH എടുത്തിട്ടുണ്ട്, ഒരു ഗ്രോത്ത് എടുത്തിട്ടുണ്ട്. എങ്ങനെയും ഈ കളി ജയിക്കണം. അപ്പോൾ ഏകദേശം 3-3 സ്കോറ്. ഞാൻ കഴിയണതും എൻ്റെ കൊണ്ട് പിന്നെ കഴിവതും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണുക. നിങ്ങൾക്ക് അതുകൊണ്ടൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. അതൊരു വലിയ സപ്പോർട്ടേ വരാം. നമ്മൾ ക്യാരക്ടറാണ്, ദിമിത്രിയാണ്. പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു. അപ്പോൾ തന്നെ സോൻ ഇങ്ങോട്ട് കയറി വന്നേ. അപ്പോൾ തന്നെ അവനെ ഗ്രോസ് കൊണ്ട് കുറച്ച് ഡാം എടുത്തിട്ട്
എമ്മച്ചോണ്ട് കുത്തി പിടിച്ചോണ്ട് എടുത്തിട്ടുണ്ട്. വയസ്സ് 4-3 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ചെറുതായിട്ടൊരു സമാധാനം കിട്ടിയത്. 8ാമത്തെ റൗണ്ടാണ്. ഈ റൗണ്ട് പിടിച്ചാൽ പിന്നെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. എങ്ങനെയല്ലൊക്കെ ഈ റൗണ്ട് അവൻ അടിച്ചുകൊണ്ട് ജയിക്കണം. അതുകൊണ്ട് തന്നെ മെല്ലെ എമ്മേച്ച് എടുത്തുകൊണ്ട് എമ്മേച്ച് കഴിക്കുമ്പോൾ എമ്മേച്ചും ഗ്രോസ് ആയതുകൊണ്ട് തന്നെ ഓനിവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഓൻ ഐസ് 2 കുത്തി പിടിച്ചുകൊണ്ട് 2 ഷോട്ട് അടിച്ചുകൊണ്ട് ഒത്തിരി ഐസ് ഓൻ അവിടെ ഉണ്ടായിരുന്നു. ഓന് ഈ മെഡ് അടിക്കാൻ വേണ്ടി 2 ഭാഗത്ത് ഗ്ലൂ ആളിട്ട് വൈസ് മെഡ് കയറണു. അവനക്ക് അത്യാവശ്യം ഡാമേജ് ഉണ്ട് ഗൈസ്. ഓന് ഞാൻ പൊത്തിന് ഇവിടെ നിന്നാണ്ട് അവൻ്റെ ഗ്ലൂ വാൾ ഒട്ടിക്കാൻ വിചാരിച്ചാണ്ട് ഗ്ലൂ വാൾ ഒട്ടിക്കാൻ നോക്കിയിരുന്നു. പൊത്തിന് ആ വെടിക്കണ ശബ്ദം കേൾക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ പൊത്തിന് അവിടെ പൊട്ടിച്ച മണ്ടുണ്ട്. നമ്മൾ 2 അടിയും കൂടി എമ്മേച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ ഓടൻ ടത്തൂസ് കിട്ടുകൊണ്ട് ഓടുന്നുണ്ട്. വൈത്തല വണ്ടിച്ചാണ് എവിടെയൊന്നും മനസ്സിലാവില്ല. അങ്ങനെ എവിടെക്കോ പോയിട്ടുണ്ട്. എവിടെക്കോ. പിന്നെ ഗൈസ് നിങ്ങളിപ്പോൾ പുതിയൊരു 8 കളി ബൂയി അടിച്ചാൽ BR CS ബൂയി അടിച്ചാൽ കിട്ടുന്ന മാസ്ക് നിങ്ങൾ ക്ലെയിം ചെയ്തെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓനെ കുറേ നേരം തിരഞ്ഞു നോക്കണേ. അവസാനം അവൻ്റെ കാല് കണ്ടു. അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് തോന്നി. ഞാനും എല്ലാം ഓൻ അറിയാതെ തന്നെ അവനെ ഓൾറെഡി വന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ നമുക്കൊരു മെഴാമ എടുത്തപ്പോൾ തന്നെ അടിച്ച് നല്ല ഇട്ടിരുന്നുണ്ട്. അപ്പോൾ ഞാൻ തിമിത്തിരിട്ട് അവസാനം അവൻ്റെ തലമണ്ടടിക്ക് പൊളിച്ചിട്ടുണ്ട്. ഈ കളി നമ്മൾ ബൂയി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിനെ വെച്ചുള്ള കളി ചോദിച്ചിട്ടുണ്ട്.